ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഇന്ന് റേഞ്ച് ബൗണ്ടായിട്ടാണ് ക്ലോസ് ചെയ്തത്. വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കണ്ടില്ല. പക്ഷേ ഡേ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഫോൾ രേഖപ്പെടുത്തി. ഇന്നലത്തെ ക്ലോസിന് സമാനമായ രീതിയിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ നിയറസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് നടത്തി. റേഞ്ച് ബൗണ്ട് ക്ലോസിങ്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ചാർട്ട് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ് 24,840 ഒക്കെ ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീടൊരു ഫോള് 24,640 സപ്പോർട്ട് എടുത്തു. വീണ്ടും ഒരു തിരിച്ചു കയറ്റം 24,743. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ പരിസരത്ത് ഇന്ന് ക്ലോസ് ചെയ്തു. ഡേ ഹൈയിൽ നിന്ന് ഏകദേശം 200 പോയിൻറ്റിലേറെ ഫോള് രേഖപ്പെടുത്തി. വോളറ്റൈലായ സെക്ഷനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. രണ്ട് സൈഡിലേക്കും സിക്സാക് മാർക്കറ്റ് ഇന്ന് കിട്ടി. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്, അവസാനിച്ചിട്ടില്ല. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് ക്രാഷ് ചെയ്തിട്ടുമില്ല, സ്പൈക്ക് ചെയ്തിട്ടുമില്ല. 10.78. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് 438 പോയിൻറ്റും കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $28 പെർ ഔൺസിന് ഉയർന്ന് 3,574 എന്ന നിലയിലാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ ഏകദേശം $1,600 ഒരു റാലി രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും തന്നെ ഇന്ന് മാർക്കറ്റ് നമുക്ക് സൃഷ്ടിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഓട്ടോ സെക്ടേഴ്സ്, എസ്പെഷ്യലി ഐഷർ മോട്ടോഴ്സ്, M&M എല്ലാം തന്നെ അതിൻ്റെ റാലി ഇന്നും തുടർന്നു. ഇൻഷുറൻസ് കമ്പനീസും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. BSE ഒരു എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ആയല്ലോ. ഇപ്പം നമുക്ക് ചൊവ്വാഴ്ച ഉള്ളത് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, വ്യാഴാഴ്ച ഉള്ളത് സെൻസെക്സിൻ്റെ എക്സ്പയറി. അപ്പോൾ ഒരു എക്സ്പയറി ചേഞ്ച് ആയത് ആ ഒരു സമയത്ത് ഫോൾ ഉണ്ടാക്കിയ BSE ഇന്ന് അതെല്ലാം തന്നെ ഡൈജസ്റ്റായി. BSE 5% ഒരു റാലി രേഖപ്പെടുത്തി. ഇന്ന് മിഡ് ക്യാപ്പിൽ നോക്കുമ്പോൾ വോഡാഫോൺ ഐഡിയ 10% റാലിയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇൻഡസ് ടവറും 4% ഒരു റാലി രേഖപ്പെടുത്തി. ഇൻഡസ് ടവറിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് എയർടെൽ തന്നെയാണ്. എയർടെൽ ഇൻഡസ് ടവറിലെ അവരുടെ സ്റ്റേക്ക് ഉയർത്തുന്നു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. GST ആയിട്ട് ബന്ധപ്പെട്ട് മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഈ വരുൺ ബിവറേജസ് പോലെയുള്ള കമ്പനീസ് ഈ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ എല്ലാം തന്നെ GST വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഒല ഇലക്ട്രിക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശക്തമായ റാലി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒല ഇലക്ട്രിക് പെട്ടെന്നാണ് ഒരു സഡൻ ബ്രേക്ക് വന്നത്. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്. സോഫ്റ്റ് ബാങ്കാണ് ഈ പേടിഎമ്മിനും എല്ലാം തന്നെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് ബാങ്ക് ഈ ഒല ഇലക്ട്രിക്കിലുള്ള അവരുടെ സ്റ്റേക്ക് വിറ്റ് മാറുന്നു എന്നുള്ള ന്യൂസ് കാരണം ഒല ഇന്ന് 7% ഒരു ഇടിവ് രേഖപ്പെടുത്തി. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന് ഓൺലൈൻ ഗെയിമിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊടുത്തു. ഓൺലൈൻ ഗെയിമിംഗ് അല്ല നിരോധിച്ചിട്ടുള്ളത്, മറിച്ച് ഓൺലൈൻ ബെറ്റിംഗ് ആപ്പാണ്. ഇപ്പോൾ ഈ ഡെൽറ്റ കോർപ്പ് പോലെയുള്ള ഈ ഗെയിമിംഗ് കമ്പനീസ്, ഈ എൻ്റയർ ഇൻഡസ്ട്രീസ് ഏകദേശം 20,000 ഈ ഒരു GST ഡ്യൂ ഉള്ളത്. ഈ പല കമ്പനീസിൻ്റെയും മാർക്കറ്റ് ക്യാപ്പിനേക്കാളും മുകളിലാണ് ഇവർ കൊടുക്കേണ്ട ഫണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്റ്റിൽ ഡെൽറ്റ കോർപ്പിലെ തന്നെ 2.5% ഒരു ഇടിവിൽ ആണ് ഉള്ളത്. നമുക്ക് വീക്ക്ലി അനാലിസിസ് നമുക്ക് നാളെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയിലുള്ള മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം, നല്ല ഓണാവധി ആശംസിക്കുന്നു. താങ്ക് യു.